നല്ല ഫാന്റാസ്റ്റിക് ആയിരിക്കുന്നു. പുള്ളിയുടെ ഷീട്ട് കീറി. കാര്യം ഓൾറെഡി പുള്ളിക്കാരൻ്റെ ചീട്ട് മടങ്ങിയിരിക്കുകയായിരുന്നു, ഇതിലൂടെ ഷീട്ട് കീറി. എനിക്ക് തോന്നുന്നു കുറേ നാളിന് ശേഷം നല്ലൊരു പടം കണ്ട സന്തോഷ സംതൃപ്തിയോടെയാണ് വെളിയിലിറങ്ങിയത്. അത്തരത്തിൽ നമുക്ക് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കൊള്ളാം. നല്ല ഫാന്റാസ്റ്റിക് ആയിരിക്കുന്നു. പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു കേട്ടോ, തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ. എന്താ നന്നായിരുന്നു. താങ്ക് യു. സുരേഷ് ഗോപിക്ക് എങ്ങനെയുണ്ട് ആ എല്ലാം നന്നായിരിക്കുന്നു. ഒരു വ്യത്യസ്തം. നല്ല മൂവി, നല്ല സ്റ്റോറി, നല്ല മൂവി, നല്ല അഭിനയം, നല്ല സംവിധാനം. നല്ല പടം, നല്ലതായിട്ടുണ്ട്. കുറേ നാളിന് ശേഷം നല്ലൊരു പടം കണ്ട സന്തോഷ സംതൃപ്തിയോടെയാണ് വെളിയിലിറങ്ങിയത്. നല്ല പടം, സ്ത്രീകൾക്ക് നീതി കിട്ടുന്നൊരു പടം. വളരെ നല്ല പടമാണ്. ഞാൻ കണ്ടു. ഒരുപാട് നാൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെ ഒരു വക്കീൽ ചിത്രം തിയേറ്ററിൽ കാണുന്നത്. അതൊക്കെ വെച്ച് നല്ലൊരു സിനിമയായിട്ടാണ് തോന്നിയത്. ആദ്യ ദിവസം പക്ഷേ ധാരാളം മിക്സഡ് റെസ്പോൺസ് എല്ലാം ആയിരുന്നു തന്നെ. കാര്യം നമ്മൾ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ കാണുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നൂല. കാര്യം നേരെ സിനിമയൊക്കെ നമ്മൾ കണ്ടാണല്ലോ. കാര്യം അറിയാലോ, സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു നടനിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇന്നലെ സിനിമ കാണാൻ പോയത്. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല, അതാണ് സത്യം. നമുക്ക് ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഒരുപാട് വിവാദങ്ങൾക്കൊടുവിലാണ് ഈ ചിത്രം ഇന്നലെ റിലീസായതല്ലേ. പക്ഷേ അതൊക്കെ വെച്ചിട്ട് അത്രയും വിവാദമൊന്നും ഉണ്ടാക്കേണ്ടതായിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എന്തൊക്കെയോ കുറച്ച് സർക്കാർ അങ്ങനെയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒന്നും പടത്തിൽ ഇല്ല. കാര്യം നമ്മൾ ഒരുപാട് നാൾക്കൊക്കെ കാണുന്ന പല പടങ്ങളുടെയും റെഫറൻസ് ആയിട്ട് തോന്നുന്നു, അത്രയേ ഉള്ളൂ പടത്തിൽ. ചിന്താമണി കൊലക്കേസിലൊക്കെ ഒരു വക്കീൽ വേഷം. അയ്യോ, അതിനെ പറ്റിയൊന്നും പറയില്ല സുഹൃത്തെ. കാര്യം അതൊക്കെ അത്യാവശ്യം നല്ല സിനിമകളാണ് അല്ലേ. അതൊന്നും വെച്ച് ഈ പടത്തിൽ കമ്പയർ ചെയ്യില്ല. അതൊക്കെ അറിയാലോ. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ്റെ തന്നെ കരിയറിലേക്ക് ബെസ്റ്റ് പടമാണ്. ഇപ്പോൾ അതിലെ പല ഡയലോഗുകൾ പോലും നമുക്കിപ്പോൾ മനസ്സിലുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് ഈ ഒരു പടത്തിലെ ഡയലോഗോ സീനോ പോലും നമുക്ക് ഈ തിയേറ്റർ വിട്ടിറങ്ങിയാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, പുള്ളിക്കാരിക്ക് തമിഴും തെലുങ്കും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. മലയാളത്തിൽ പുള്ളിക്കാരിക്ക് രാശിയില്ലെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അങ്ങനെ ഒരു മികച്ച അഭിനയമായിട്ടൊന്നും തോന്നിയിട്ടില്ല. സാധാ ഒരു, എനിക്ക് തോന്നുന്നു അതിൽ സൈഡ് റോൾ ചെയ്തൊരു പുള്ളിക്കാരിയുണ്ട്, അവരെ പോലെ സാധാ രീതിക്ക് ചെയ്തേക്കുന്നു, അത്രയേ ഉള്ളൂ. സുരേഷ് ഗോപിയുടെ മകനൊക്കെ ഉണ്ടല്ലോ, പുള്ളി എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയുടെ ഷീട്ട് കീറി. കാര്യം ഓൾറെഡി പുള്ളിക്കാരൻ്റെ ചീട്ട് മടങ്ങിയിരിക്കുകയായിരുന്നു, ഇതിലൂടെ ഷീട്ട് കീറി. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഫസ്റ്റ് പടമായിരുന്നു ഇതെന്ന്. ഒരുപാട് നാൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഇത് അല്ലേ. സാധ്യത ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഓളം സെക്കൻഡ് ഹാഫിലില്ല. ഫസ്റ്റ് കഴിഞ്ഞ് ഒരു രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുന്ന ഒരു അഭിപ്രായം ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയോ കണ്ടിട്ട്? സെക്കൻഡ് അത്തരത്തിൽ നമുക്ക് അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കൊള്ളാം. കുഴപ്പമില്ല ബ്രോ, കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. നല്ലൊരു പടം, നല്ലൊരു അർത്ഥം തരുന്നൊരു പടം. കൊള്ളാം. പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പേരുമായി ബന്ധപ്പെട്ട വിവാദത്തിൻ്റെ ആവശ്യമുണ്ടോ സിനിമ തോന്നുന്നത്? അതിനുള്ള ഇതൊന്നുമില്ല. നമുക്ക് വേണം ഇങ്ങനത്തെ ഒരു പേരിനൊത്തൊരു പടം വേണം. സുരേഷ് ഗോപി എങ്ങനെ ഉണ്ടായിരുന്നു? സുരേഷ് ഗോപി കുഴപ്പമില്ല, പഴയ പോലെയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടുണ്ട്.